നമസ്തേ. രത്നങ്ങളും രത്നനിർണയ രീതികളും രത്നങ്ങളുടെ ഉപയോഗങ്ങളും ചർച്ചയാകുന്ന രത്നശാസ്ത്രിയുടെ പുതിയൊരധ്യായം ആരംഭിക്കുകയായി. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് സുസ്വാഗതം സർ. സന്തോഷം. നമസ്കാരം. നമ്മൾ രത്നശാസ്ത്രയുടെ മുമ്പുള്ള ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യമായിരുന്നു ടൈഗർ ഐ. ഈ ടൈഗർ ഐയെക്കുറിച്ച് തന്നെ നമ്മൾ പറഞ്ഞപ്പം നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആൾക്കാർക്ക് രണ്ടും കൂടെ മാറിപ്പോകുന്ന വേറൊരു രത്നത്തെക്കുറിച്ചും കൂടെ സാറ് പറഞ്ഞു, ക്യാറ്റ്സയെക്കുറിച്ചിട്ട്. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞതാണ് ഈ ക്യാറ്റ്സയെക്കുറിച്ച് നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ ഉൾപ്പെടുത്താം, അതിൻ്റെ വിവരങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കുന്നത് ഈ ഒരു വിവരങ്ങളായിട്ട് നമുക്ക് രണ്ട് രത്നങ്ങളും ടൈഗർ ഐയും ക്യാറ്റ്സയും ഇംഗ്ലീഷുകാർ തന്നെയാണ് പേരിട്ടിരിക്കുന്നത്. കറക്റ്റ് ആപ്റ്റായിട്ടുള്ള പേര്. ടൈഗർ ഐ കണ്ട കടുവയുടെ കണ്ണ്, കടുവയുടെ കളറും ഉണ്ട്. കാരണം വെച്ചാൽ ആ ഒരു സ്വർണ്ണ മഞ്ഞ കളറും ബ്രൗണുമായിട്ട് ചേർന്നിട്ടാണ് ആ കല്ലും ഇരിക്കുന്നത്. ക്യാറ്റ്സൈ വന്നപ്പോഴത്തേക്കും പൂച്ചയുടെ കണ്ണ്. അപ്പോൾ ക്യാറ്റ്സൈ എന്ന് പറയുന്നത് വൈഡൂരി എന്ന് പറയുന്ന കല്ലാണ്. മലയാളത്തിൽ വൈഡൂരി വളരെ ഫേമസ് ആയിട്ടുള്ള കല്ല്. വൈഡൂര്യ കല്ലെന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള നവരത്നങ്ങളിൽ പെടുന്ന കല്ലാണ്. നവരത്നങ്ങൾ പെടുന്ന കേതുവിൻ്റെ കല്ല. കേതുവായിട്ടാണ് അത് ഈ ഷാഡോ പ്ലാനറ്റാണ് കേതു. അതുപോലെ തന്നെ കേതു രാഹു കേതുക്കളുടെ ഇമ്പോർട്ടൻസ് നമുക്ക് ഈ നവരത്നങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നവരത്നത്തിൽ ഈ രണ്ട് കല്ലുകളും വന്നിരിക്കുന്നത് കൊണ്ട് ഇവരുടെ ഇൻഫ്ലുവൻസ്, അതായത് രാഹു കേതുക്കൾ മനുഷ്യനെ എത്രമാത്രം സ്വാധീനിക്കുന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇത്. നവരത്നങ്ങൾ ഈ കല്ലുകളുള്ള സ്ഥാനം. ഈ ഗോമേതക രത്നത്തിനൊന്നും അത്ര വിലയുള്ളത്. ക്യാറ്റ്സൈക്ക് നല്ല ക്യാറ്റ്സൈക്ക് വിലയുണ്ടെങ്കിലും അതിന് വിലയല്ല ഇതിനകത്ത് വിഷയം വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രാധാന്യമാണ്. അപ്പോൾ അതുകൊണ്ട് ക്യാറ്റ്സൈ എന്ന് പറയുന്നത് വൈഡൂര്യമാണ്. അത് നമുക്ക് ഈ ഒരു നേർരേഖ, അതായത് ഇതും അടരുകൾ പോലെയാണ്. മറ്റേത് മഞ്ഞയും ബ്രൗണും നിറത്തിലുള്ള ഒരുപാട് ലേയേഴ്സ് ഉള്ളതുപോലെ തന്നെ ഇത് ഇങ്ങനെ അനേകം ഒരു കാപ്പിക്കുരുവിൻ്റെ ഷേപ്പ് അതിന്. ഈ രത്നത്തിന് കമ്പോഷൻ കട്ടിങ്. അടിവശം കണ്ടു കഴിഞ്ഞാൽ വളരെ റഫ്. അടിവശത്ത് നോക്കിയാൽ നമുക്ക് ചെറിയ ചെറിയ പാറക്കല്ല് പോലെ ഒക്കെ ഫീൽ ചെയ്യും. മേൽവശം ഉരുട്ടി കാപ്പിക്കുരു ഷേപ്പിൽ ആണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഒപ്പ കാറ്റഗറി സ്റ്റോൺ. ഇതിൻ്റെ നടുവിൽ കൂടെ ഈ ലേയേഴ്സിൻ്റെ ഒക്കെ നടുവിൽ കൂടെ ഒരു നേർരേഖ പോകുന്നുണ്ട്. ഓക്കെ. അതാണ് അതിന് ക്യാറ്റ്സൈ എഫക്റ്റ് എന്ന് തന്നെ പറയുന്നത്. ഒരു ക്യാറ്റ്സൈ എഫക്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ണ് അവിടെ ഉണ്ട്. അപ്പോൾ ഒരു കണ്ണും അതിനകത്ത് വന്നു. അപ്പോൾ അതൊരു പ്ലേ ഓഫ് കളർ ചേഞ്ചിലുള്ള കല്ലാണെന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയേണ്ടി വരും. കാരണം ഇതിങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ തിരിക്കുകയും മറിക്കുകയും ചെയ്താൽ ഈ ലൈൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഗ്രീൻ കളറിലുള്ളത് കൊണ്ട്, അതുപോലെ തന്നെ മഞ്ഞ കളറിലുണ്ട് ക്യാറ്റ്സൈ. അതിൽ മഞ്ഞ കണ്ട കറക്റ്റ് പൂച്ചക്കണ്ണാണ്. അപ്പോൾ നമ്മുടെ ഒരു ക്യാറ്റ്സൈ ഇങ്ങനെ എടുത്തിട്ട് അതൊക്കെ ടോർച്ച് അടിച്ചു കൊടുത്ത്, മൊബൈലിൻ്റെ ടോർച്ചാണെങ്കിലും മതി, ടോർച്ച് അടിച്ചു കൊടുത്താൽ അത് ശരിക്കും ആ കണ്ണ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് നമ്മൾ നോക്കുന്ന പോലെ തോന്നും. ഒരു പ്രൊട്ടക്റ്റീവ് സ്റ്റോൺ എന്നാണ് പറയുന്നത്. ക്യാറ്റ്സൈ ഭയങ്കര ഈവിളായി ഒന്നും അടിക്കുകയല്ലെന്നാണ് പറയുന്നത്. കാരണം ഇത് തന്നെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്, നമ്മളിൽ നിന്ന് നോക്കിക്കൊണ്ടായിരിക്കുന്നത്, പുറത്തോട്ട് നോക്കിയിരിക്കുന്നത്. അതാണ് ക്യാറ്റ്സൈ എഫക്റ്റ് എന്ന് തന്നെ പറയുന്നതിൻ്റെ അതാണ്. അപ്പോൾ ഈ ഒരുപാട് ആൾക്കാർ പറയുകയല്ല, എനിക്ക് അതോ പണ്ട് മീറ്റിങ്ങിന് പോകും, അപ്പോൾ ഒരു ദൃഷ്ടി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഈവിളായി ഇതിനൊക്കെ ഒരു ബ്ലോക്ക് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് സ്റ്റോണായിട്ടാണ് മെയിൻലി ഈ ക്യാറ്റ്സൈ അറിയപ്പെടുന്നത്. ഈ കേതു ദശ കുട്ടികൾക്കൊക്കെ കേതു ദശയുടെ കാലഘട്ടത്തിലുമൊക്കെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഈ ക്യാറ്റ്സൈ നമുക്ക് ഉപയോഗിക്കാം. അതാണ് ക്യാറ്റ്സൈയുടെ വ്യത്യാസം. അപ്പോൾ ക്യാറ്റ്സൈക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു സിമിലാരിറ്റി നമ്മുടെ ടൈഗർ ഐ ആയിട്ടുള്ള സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ ക്യാറ്റ്സൈ തന്നെ കോട്സ് വെറൈറ്റി ഉണ്ട്. കോട്സ് ക്യാറ്റ്സൈ എന്നാണ് പറയുന്നത്. അതിന് ഈ ബാൻഡിന് ആ ഒരു നേർരേഖയ്ക്ക് അത്ര ചലനമില്ല, പക്ഷെ ആ നേർരേഖയ്ക്ക് വളരെ വീതിയായിട്ട് ഇത് കണ്ടാൽ മനസ്സിലാവും നമുക്ക്. ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് കണ്ടറിയാം. ഇതൊരു കോട്സ് ക്യാറ്റ്സൈയും ഒരു ക്രിസോബെറിൽ എന്ന് പറയുന്ന മിനറലാണ് ഒറിജിനൽ ക്യാറ്റ്സൈയിലേക്ക്. ഒറിജിനൽ ക്യാറ്റ്സൈ ക്രിസോബെറിൽ എന്ന് പറയുന്ന മിനറലാണ്. ആ മിനറൽ പെടുന്ന
ഒരു കാറ്റ്സയും കോഴ്സ് കാറ്റ്സയും വെച്ചാൽ നമുക്ക് കാണുമ്പോൾ ഒരു പരിചയം ഇല്ലാത്ത ആളാണെങ്കിലും ഇതായിരിക്കുമല്ലോ ഒറിജിനൽ എന്ന്. കാരണം ഇതിൻ്റെ ആ ഷാർപ്പ്നെസ്, കണ്ണിൻ്റെ ആ ഷാർപ്പ്നെസ് കൂടുതൽ സോബിൾ കാറ്റ്സൈക്കേ ഉള്ളൂ. അപ്പം നമ്മൾ കാറ്റ്സൈ വാങ്ങുമ്പം നമുക്ക് അബദ്ധം പറ്റരുത്. കോട്സ് കാറ്റ്സൈക്കകത്തും കാറ്റ്സൈ എന്നായിരുന്നു സർട്ടിഫിക്കറ്റിൽ. ക്രിസോബറിലെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കണം ആ സർട്ടിഫിക്കറ്റിൽ. ക്രിസോബറിലെന്ന് ഉണ്ടെങ്കിൽ ഒറിജിനൽ കാറ്റ്സൈ ആയി. ഇത് തമ്മിൽ വില വ്യത്യാസങ്ങൾ ആടും പോലെ വ്യത്യാസം. ഇപ്പോൾ കോട്സ് കാറ്റ്സൈക്ക് 200 രൂപയാണെങ്കിൽ മറ്റതിന് 2500-3000 രൂപ ക്യാരറ്റിന് വില വരും മിനിമം. അത്രയ്ക്കൊരു ഡിഫറൻസ് അവിടെ മിനിമം അത്രയും വ്യത്യാസമുണ്ട്. അത് പല സ്ഥലത്ത് അത് കാറ്റ്സൈ വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റോണാണ്. നമ്മൾ വൈഡൂര്യത്തെക്കുറിച്ച് കാറ്റ്സൈയെക്കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത്. അത് എവിടെ നിന്നാണ് നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നത്? പല സ്ഥലത്തുണ്ട്. ഇപ്പോൾ ഒറീസയെന്ന് നമുക്ക് ഇന്ത്യയിൽ ഒറീസയിലുണ്ട് പച്ച നിറത്തിലുള്ള കാറ്റ്സൈ വരുന്നുണ്ട്. അത് കോമൺ ആയിട്ട് ഇപ്പം മാർക്കറ്റിലുണ്ട്. ഒറീസ കാറ്റ്സൈ കാണുമ്പോൾ നമുക്ക് കളർ കാണുമ്പോൾ ഇത് ഒറീസ എന്നുള്ളത്. പിന്നെ തമിഴ്നാട്ടിൽ കാങ്കയം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. പിന്നെ ശ്രീലങ്കയിൽ വൈഡൂര്യ മലകൾ വരുന്ന വൈഡൂര്യം, ട്രിവാൻഡ്രത്ത് നെടുമങ്ങാട് കാറ്റ്സൈ. ഇത് മൂന്നും ഈ കങ്കായം കാറ്റ്സൈയും അതുപോലെ തന്നെ വൈഡൂര്യ മലകൾ എന്ന് പറയുന്ന കാറ്റ്സൈയും ഈ നെടുമങ്ങാട് കാറ്റ്സൈയും വേൾഡ് ഫേമസാണ്. ട്രിവാൻഡ്രം കാറ്റ്സൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാർക്കറ്റിൽ ഏറ്റവും പ്രോമിനൻ്റാണ്. ട്രിവാൻഡ്രം കാറ്റ്സൈ എന്ന് പറഞ്ഞാൽ അതാണ്. കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ കിട്ടാനില്ല. ഇപ്പം മൈനിങ് ഇല്ല. അതൊക്കെ സർക്കാർ ഇത് സ്റ്റോപ്പ് ചെയ്ത് പട്ടാള ക്യാമ്പും ഒക്കെ ആയിട്ട് അത് മാറി. പക്ഷെ അത് പലരുടെയിലും കാണണം. കാരണം വെച്ചാൽ അത് ഒരുപാട് ആൾക്കാരുടെ ഉണ്ട്. ട്രിവാൻഡ്രത്തുള്ള പലരുടെയും ഈ കാറ്റ്സൈയൊക്കെ അവൈലബിൾ ആയിരുന്നു. പണ്ട് സഫീഷ്യൻ്റ് അത് കിട്ടിയിരുന്നു. അത് നല്ല ഷാർപ്പ് പോയിൻറ്റഡ് ആയിട്ടുള്ള ബാൻഡ് അത് ഇതിനകത്ത് വരുന്നത്. അതിന് ആ ഒരു ബാൻഡിൻ്റെ വിട്ട് അതാണ് അതിനെ എനിക്കൊന്ന് കുറച്ചും കൂടെ ഒരു പ്രേഷ്യസ് ആയിട്ട് മാറ്റുന്നത്. പിന്നെ ഇപ്പം നമ്മൾ ക്രിസോബൽ കാറ്റ്സൈ എന്ന് പറഞ്ഞു, കോട്സ് കാറ്റ്സൈ പറഞ്ഞു. പിന്നെ ആപ്പിറ്റൈറ്റ് എന്ന് പറയുന്ന കാറ്റ്സൈ ഉണ്ട്. ആപ്പിറ്റൈറ്റ് എന്ന് പറഞ്ഞൊരു മിനറൽ വരുന്ന കാറ്റ്സൈയാണ്. അതൊന്നും ഈ ക്രിസോബൽ കാറ്റ്സൈയാണ് ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഉപയോഗിക്കാനായിട്ട്. ബെസ്റ്റ് ക്രിസോബൽ കാറ്റ്സൈ ആണ്. നമുക്ക് മാർക്കറ്റിലത് സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ ഷേപ്പിലൊക്കെ ഇഷ്ടം പോലെ പല ടൈപ്പ് കാറ്റ്സൈ ഉണ്ട്. കോട്സ് കാറ്റ്സൈയും ക്യാപിറ്റേറ്റ് കാറ്റ്സൈയും നമ്മൾ കൊടുക്കത്തില്ല ഈ ഒരു പർപ്പസിന്. ഫാൻസി ആയിട്ടൊക്കെ ലേഡീസിനൊക്കെ സ്റ്റഡ് അടിക്കാനും അങ്ങനെയൊക്കെ ഉള്ളതിന് കോട്സ് കാറ്റ്സൈ കിട്ടുന്നത്. അപ്പോൾ ടൈഗർ ഐ തമ്മിലുള്ള ടൈഗർ ഐ കോട്സ് മിനറലാണ്, കോട്സ് കാറ്റ്സൈയും കോട്സ് മിനറലാണ്. ഇത് രണ്ടും അതിനകത്ത് സിമിലാരിറ്റികളുള്ളൂ. രണ്ടും ഇപ്പോൾ കോട്സ് കാറ്റ്സൈ ധരിക്കുന്നതിനിപ്പം പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നുമില്ല, ആർക്കും വെള്ളം ധരിക്കാം. ടൈഗർ ഐയും അങ്ങനെ തന്നെ. അപ്പോൾ കോട്സ് എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മിനറലാണ്, അപ്പോൾ അത് ധരിക്കാം. പക്ഷെ അത് ക്രിസോബൽ കാറ്റ്സൈ ധരിക്കണമെങ്കിൽ നമ്മൾ ബർത്ത് ചാർട്ടിൽ കേതുവിൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം വേണം അതിലേക്ക് പോകാനായിട്ട്. ഭയങ്കര പ്രൊട്ടക്റ്റീവ് സ്റ്റോണാണ്, ഭയങ്കര പ്രൊട്ടക്റ്റീവ് സ്റ്റോണ്. ഇപ്പം നമ്മൾ പബ്ലിക്കിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ, മീറ്റിങ്ങുകൾ, ഒരു സ്ഥാപനം ഹെഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലായില്ലേ, അങ്ങനെ നമ്മൾ ആ ഒരു ലൈറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് ഈ കാറ്റ്സൈ മാച്ചിങ് ആണെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യും. അത് അവരെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതൊക്കെയാണല്ലോ അതിനാ പേരുമൊക്കെ ഇട്ട് നിർത്തിയിരിക്കുന്നത്. എത്രയോ കാലം മുമ്പ്, ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലല്ലോ ഇത്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ കണ്ട് പോന്നിരിക്കുന്ന ആണ്, കേട്ടു പോന്നിരിക്കുന്ന അതിൻ്റെ ഉപയോഗങ്ങളും ഗുണസവിശേഷതകളും എല്ലാം പണ്ട് കാലം മുതലേ ഉള്ളതാണ്. അല്ലാതെ ഇപ്പം നമ്മളെ എഴുതി ചേർത്തല്ല അത്. ഈ ഇപ്പോൾ സാറ് പറഞ്ഞു ഇത് പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്കിത് ലഭ്യമാകുന്നുണ്ട്. ഇപ്പം പറഞ്ഞതുപോലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ഈ പറഞ്ഞ നമ്മുടെ ട്രിവാൻഡ്രം തന്നെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട്. ഒറീസയിലൊക്കെ വരുന്ന കാറ്റ്സൈ നമ്മൾ വിളവെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് നല്ല ഷാർപ്പ് പോയിൻറ്റഡ് ആയിട്ടുള്ള ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ വില വ്യത്യാസം ഉണ്ടാവും. നല്ല കാറ്റ്സൈക്ക് നല്ല വിലയുണ്ട്, വില വ്യത്യാസം വരും. ഓക്കെ, ഇപ്പം നമ്മൾ ഈ രത്നങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. ഓരോ രത്നത്തിൻ്റെ അതിൻ്റെ വിശേഷങ്ങൾ, അതിൻ്റെ മൈനുകൾ, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. രത്നശാസ്ത്രയുടെ ഓരോ എപ്പിസോഡുകളിലും നമ്മൾ രത്നങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് പരിശ്രമിക്കാറുണ്ട്. അതേപോലെ തന്നെ ഉള്ളൊരു സംശയം ഈ പ്രേക്ഷകരെ ഇടയ്ക്ക് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്,
രത്നങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങാനായിട്ട് ആ, ചില ദിവസങ്ങൾ ഓസ്പീഷ്യസ് ആയിട്ടുള്ള കുറച്ച് ടൈം അല്ലെങ്കിൽ ഒരു ദിവസങ്ങളൊക്കെ നമ്മളങ്ങനെ അതിനു വേണ്ടി നിശ്ചയിക്കാറ് അല്ലെങ്കിൽ നമ്മൾ അതിന് നോക്കാറുണ്ട്. അതിൻ്റെ ഒരു പ്രാധാന്യം അതെങ്ങനെയാണ് നമ്മൾ ഓരോ രത്നത്തിനും ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധമാണ്. ഇപ്പോൾ ഗ്രഹങ്ങളുമായിട്ട് ബന്ധം ഇപ്പോൾ മൂൺ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ മൂൺസ് ഡേ, മൺഡേ. ചന്ദ്രൻ്റെ ദിവസം എന്ന് പറയുന്നത് തന്നെ തിങ്കളാഴ്ചയാണ്. അത് കൃത്യമായിട്ട് മൂൺസ് ഡേ എന്നതിന് പേരുകൊണ്ട് മൺഡേ എന്നും പേരുണ്ട്. അപ്പോൾ അന്ന് ഈ സൂര്യഹോരയിൽ ചന്ദ്രഹോരയിലാണ് തിരിക്കേണ്ടത്. ചന്ദ്രൻ്റെ കയ്യിൽ ചന്ദ്രഹോരയിൽ അതാത് ദിവസത്തെ ഇപ്പോൾ തിങ്കളാഴ്ചയാണെങ്കിൽ ഉദയം മുതൽ 1 മണിക്കൂർ ചന്ദ്രഹോരയായിരിക്കും. ആ ഹോരയിലാണ് ചന്ദ്രകാന്തവും നമ്മളുള്ള ഉപയോഗിച്ച് കല്ലുകൾ ധരിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ചന്ദ്രൻ്റെ കല്ലുകൾ നമുക്ക് ഈ തിങ്കളാഴ്ച അല്ലാതെ ധരിക്കാവുന്ന ഒരു ദിവസം പൗർണമിയാണ്. ഏറ്റവും സവിശേഷപ്പെട്ട ഫുൾ ബ്രൈറ്റ്നെസ് നിൽക്കുന്ന ഫുൾ മൂൺ ഡേ രാവിലെയോ വൈകുന്നേരമോ നമുക്ക് ധരിക്കാം. അത് ഒരു കുഴപ്പമില്ല, നല്ലതാണ്. ബാക്കി ഇപ്പോൾ കോറൽസ് ചൊവ്വയായിട്ട് ബന്ധപ്പെട്ട അത് ചൊവ്വാഹോര ചൊവ്വാഴ്ച രാവിലെ 6 മുതൽ അല്ലെങ്കിൽ 6:15 മുതൽ അത് ഉദയം നോക്കിയിട്ട് ഹോര സമയം നോക്കിയിട്ടുണ്ട്. ഇപ്പം ജനറലി നമ്മൾ 6 മണി എന്ന് പറയുന്നല്ലേ ഉള്ളൂ. ഉദയത്തിന് ശേഷം ഉദയം മുതൽ വിത്തിൻ 1 hour. അപ്പോൾ എപ്പോഴും ഒരു മുഹൂർത്തത്തിൻ്റെ മിഡിൽ പോർഷൻ എടുക്കുന്നത്. ഇപ്പോൾ 6 മുതൽ 7 വരെയാണ് ചൊവ്വാഹോര. കോറിൽ ചൊവ്വാഴ്ച ഇരിക്കുന്നത് 6:30 ബെസ്റ്റ്. അതെ, ആ ഹോര തുടങ്ങുന്നതും തീരുന്നതിൻ്റെ സമയത്തേക്കാളും മിഡ് ടൈം നല്ലതായിരിക്കും. ബുധനാഴ്ച വന്നാൽ എമറാൾഡ് ധരിക്കുന്ന ബുധൻ, അത് ഇതുപോലെ ബുധഹോരയിൽ വേണം ധരിക്കാനായിട്ട്. അത് നല്ലതാണ്. പിന്നെ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് ചില ഓസ്പീഷ്യസ് ടൈമുകൾ ഉണ്ട്. ചില ദിവസത്തെ പ്രത്യേകത നോക്കിയിട്ട് ആ ഓസ്പീഷ്യസ് ടൈമിലും നമുക്ക് നോക്കി നമ്മളങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നെ ഇതൊട്ടും ഒരു കാലം ധരിക്കാൻ തുടക്കത്തിന് വേണ്ടി അത് നമുക്ക് ഈ ചതുർത്ഥി, അഷ്ടമി, അമാവാസി, കറുത്തവാവിന് മുന്നേ ഉള്ള തലേ ദിവസം ചതുർദശി കൊള്ളത്തില്ല. ഈ 4 ദിവസങ്ങൾ കൊള്ളത്തില്ല. എന്നാൽ പൗർണമിയും നല്ലതാണ്. പൗർണമിയുടെ തലേദിവസമുള്ള ചതുർദശിയും നല്ലതാണ്, കുഴപ്പമില്ല. നല്ല ദിവസമാണ് കറക്റ്റായിട്ട് ചന്ദ്രൻ്റെ ബ്രൈറ്റ്നെസ് ആയി. അപ്പോൾ ആ ദിവസങ്ങൾ നമുക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഈ ചതുർത്ഥി അല്ലെങ്കിൽ അഷ്ടമി ആ ദിവസങ്ങൾ ഫസ്റ്റ് ടൈം വെയറിങ് അതിനുള്ള അല്ലാതെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മൾ ചതുർത്ഥി വരുമ്പോൾ ഊരി വെക്കേണ്ട ആവശ്യമില്ല. ഇല്ല നമ്മൾ എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം ആരംഭിക്കും. അമാവാസ എന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ ബ്രൈറ്റ്നസ് ഇല്ല, ഒരു ഡാർക്ക്നെസ്സാണ്. അപ്പോൾ അത് ഒരു ശുഭകാര്യം ചെയ്യുന്നത് നല്ലതല്ല എന്നുള്ള ഒരു അർത്ഥം അതിനകത്ത് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ രത്നധാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓസ്പീഷ്യസ് ഓരോ മാസവും നമ്മൾ നോക്കി അത് നമ്മൾ ഒരു കല്ല് കൊടുക്കുന്നത് എപ്പോഴും ഒരേപോലെ ആയിരിക്കത്തില്ല. അപ്പോൾ ആ സമയത്തിൽ അന്നത്തെ സൺറൈസ് എവിടെയാണ്, അന്നത്തെ ഹോര എവിടെയാണ്, അതൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത് തീരുമാനിക്കണം. നമ്മൾ രത്നശാസ്ത്രയുടെ ഓരോ എപ്പിസോഡിലും ചർച്ച ചെയ്ത് വന്നിരുന്ന കാര്യം ഇപ്പം വൃശ്ചിക രാശി അല്ലെങ്കിൽ വൃശ്ചിക ലഗ്നം, അതിൽ ഓരോ ഗ്രഹങ്ങളുടെ ഒരു പ്രത്യേകതകളെ കുറിച്ചൊക്കെയാണ് നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് വന്നത്. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പല കാര്യങ്ങളിലേക്കും ഡൈവേർട്ടായി പോകാറുണ്ട്. അതായത് സ്റ്റോൺസിനെ കുറിച്ച് പറഞ്ഞില്ല നമ്മളങ്ങനെ. പക്ഷേ അത് ഇതെല്ലാം കൂടുന്നതാണ് നമ്മുടെ രത്നശാസ്ത്രം എന്ന് പറയുന്നത്. രത്നങ്ങളെ കുറിച്ചും ഈ പല കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് ഡൈവേർട്ട് ചെയ്ത് പോയി. പക്ഷേ ഇനിയുള്ള വരുന്ന എപ്പിസോഡുകളിലും ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന പോലെ തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയാണ് മുമ്പോട്ട് പോകുന്നത്. ഓരോ എപ്പിസോഡുകളിലേക്ക് നമ്മൾ സബ്ജക്റ്റ് ഡീപ്പായതുകൊണ്ട് ഒരു കാര്യത്തിലോട്ട് കടന്നാൽ പിന്നെ അതിനെക്കുറിച്ച് ഒരു സാമാന്യ ഒരു വിവരമെങ്കിലും നമ്മൾ ചെയ്യണമല്ലോ. അങ്ങനെ ഈ ടൈം പോകുന്നത് ഈ 1/2 മണിക്കൂറിനുള്ളിൽ നമ്മളിതെല്ലാം തീർത്ത് പോകുന്നതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ട്. വൃശ്ചികത്തെക്കുറിച്ച് വൃശ്ചികക്കൂറ്, അതുപോലെ തന്നെ വൃശ്ചിക ലഗ്നം, ചൊവ്വ, അതുപോലെ തന്നെ ചന്ദ്രൻ്റെ ഡെബിലിറ്റേഷന്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ നമുക്ക് വരും എപ്പിസോഡുകളിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഇടയ്ക്ക് സംഭവിക്കുന്ന മറ്റൊരു കാര്യം വെച്ചാൽ കണ്ടമാനം പ്രേക്ഷകരുടെ എൻക്വയറികൾ അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന സംശയങ്ങൾക്കൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള ചില സമയങ്ങളിലൊക്കെ നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റാതെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളത്
മറുപടി നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ ചിലപ്പോൾ ആ പറഞ്ഞ ടൈമിലായിരിക്കത്തില്ല. ചിലർക്ക് ചിലരോട് സാറ് 2-3-4 ദിവസമായിട്ട് ഞാനിത് കഴിഞ്ഞ ആഴ്ച ഇട്ടത് ഇതുവരെ എന്നോടൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ ഒരുപാടെണ്ണം നിൽപ്പുണ്ട്. അതിപ്പം നമുക്കൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ട്, മനഃപൂർവ്വമല്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇത് മാറ്റി വെച്ചേക്കാം അങ്ങനെ കരുതുന്നല്ലത്. നമ്മളിതിലേക്ക് സമയത്തിൻ്റെ പരിധികൾ. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ തന്നെ നമുക്ക് മറ്റ് പ്രേക്ഷകർക്ക് കൂടെ ഇൻഫർമേറ്റീവായിട്ടുള്ള ചാർട്ടുകൾ ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഒരു കോമൺ ആയിട്ട് അത് പറഞ്ഞു പോകും, പക്ഷേ ആ വ്യക്തിക്ക് മനസ്സിലാവും ആ വ്യക്തിയെക്കുറിച്ച് ആണ് സംസാരിച്ചിരിക്കുന്നത്. പക്ഷേ അത് ജനറലായിട്ടുള്ള ഇൻഫർമേഷനുമാണ്, പേരുകളൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല. അപ്പം അങ്ങനെയും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സമയത്തിനും കാര്യങ്ങൾക്കും ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യാനും നമുക്ക് സാധിക്കും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകൾ നമ്മൾ വീനസിൻ്റെ, അതായത് ശുക്രൻ്റെ ദശാകാലവും ഡയമണ്ടിൻ്റെ ധാരണവും, വീനസിൻ്റെ ശുക്രദശാകാലത്ത് ഏറ്റവും ശുക്രദശ എന്ന് നമ്മൾ കരുതുന്ന ശുക്രദശാകാലത്ത് തകർന്ന് തരിപ്പണമായി പോയ 2 ബിസിനസ്സുകാരുടെ ചാർട്ടും നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണെന്ന് തോന്നുന്നു വീണ്ടും ഒരുപാട് എൻക്വയറീസ് വന്നാൽ ഞാൻ ഒരു എൻക്വയറി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്ന ഒന്നുമില്ല, വീനസ് ദശാകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് സംഭവിച്ചത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മീന ലഗ്നം, ലഗ്നത്തിൽ കേതു, ഈ 7th ഹൗസ് എന്ന് പറയുന്ന കന്നി രാശിയിൽ ശുക്രൻ, ചൊവ്വ, രാഹു നിൽക്കുന്നു. ശുക്രൻ ഇവിടെ നീചസ്ഥിതിയിൽ വിട്ടു. 2016 to 7 years കേതുവിൻ്റെ പീരീഡായിരുന്നു. 23 കഴിഞ്ഞിട്ട് ശുക്രദശ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഈ വ്യക്തിയുടെ. ഈ ശുക്രദശ സ്റ്റാർട്ട് ചെയ്യുകയും ഈ ശുക്രൻ്റെ ഡയമണ്ട്സിൻ്റെ ഓർണമെൻറ്റ്സിൽ ഒരു ലേഡി അത് വാങ്ങുകയും അത് ധരിക്കുകയും ചെയ്തു ഈ കാലഘട്ടത്തിൽ. അത് ഇവരുമായിട്ട് ചർച്ച ചെയ്ത് ഇവരുടെ ഒരു ഹസ്ബൻഡിൻ്റെ ചാർട്ട് ഒക്കെ പരിശോധിച്ചൊക്കെ നോക്കിയിട്ടൊന്നും എനിക്ക് ഇതിനകത്ത് ഹസ്ബൻഡിൻ്റെ ഒരു ജോലിയുടെ ഒരു ചലഞ്ചസും ഒക്കെ വരേണ്ട ടൈം അല്ലല്ലോ, എന്താണ് ഇതിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇവരുടെ ഈ സബ്ജക്റ്റ് പറയുന്നത്. ഇവരുടെ ചാർട്ട് നോക്കുമ്പോൾ 7th ഹൗസ് എന്ന് പറഞ്ഞാൽ പാർട്ണർ സൈഡ് അറിയാലോ, ലൈഫ് പാർട്ണർ. അപ്പം മീനലഗ്നത്തിൻ്റെ 7th ഹൗസ് കന്നി, അവിടെ ശുക്രൻ നീചത്തിൽ നിൽക്കുന്നു. ശുക്രദശാകാലം തുടങ്ങി. അൺഫോർച്ചുനേറ്റ്ലി ഡയമണ്ട് ഇവിടെ മേടിച്ച് ധരിക്കുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിന് ജോലിയില്ല, ഹസ്ബൻഡിന്. ആ എഫക്റ്റ് വന്നത് പാർട്ണർ സൈഡിലോട്ട് വന്നു. പാർട്ണർ സൈഡിലോട്ട് വന്നു എന്ന് പറഞ്ഞാൽ വിദേശത്തുള്ള അവർ തിരിച്ച് പോകണോ വേണ്ടോ എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആക്കം കൂട്ടിയതേ ഉള്ളൂ ഡയമണ്ട്. ഡയമണ്ട്സ് നമ്മൾ അപ്പം തന്നെ പറഞ്ഞവരത് ഊരി മാറ്റി വെച്ചു. അപ്പോൾ ഡയമണ്ട് ഇട്ടത് കൊണ്ട് എന്നല്ല, ഈ ദശാകാലം എഫക്റ്റ് ചെയ്തിരിക്കുന്നത് പാർട്ണറെയാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഡയമണ്ടിനെ അങ്ങ് തീർത്ത് വിമർശിക്കുമല്ല. ആ ദശാകാലത്തിന് റോങ് ആയിട്ടുള്ളൊരു ദശാകാലം തുടങ്ങി. അപ്പോൾ 7th ഹൗസിലെ പ്ലാനറ്റിൻ്റെ സമയമെല്ലാം നമ്മളെ പാർട്ണറെയാണ് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ 7th ഹൗസിൻ്റെ ഈ ശുക്രൻ നീചത്തിൽ നിൽക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടം ഇവർ അവിടെ ഇവിടെയായിട്ട് നിൽക്കേണ്ട ഒരു കാലഘട്ടം, ഒരുമിച്ച് പോകേണ്ട. കാരണം വീനസ് നമ്മളുടെ പാർട്ണർ സൈഡാണ്. അല്ലേ തന്നെ വീനസ് ഒരു ഫാമിലിയും കുടുംബവും ഒക്കെ കൊണ്ടുപോകേണ്ട ഗ്രഹമാണ്. അതിന് ഈ ഡെബിലിറ്റേഷൻ, പൂർണ്ണമായിട്ടുള്ള ഡെബിലിറ്റേഷൻ സംഭവിച്ചിട്ടുണ്ട് കന്നിയിൽ. അപ്പം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പിരിപാട്, അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഉള്ള പെട്ടെന്നുള്ള സെറ്റപ്പ് അങ്ങ് മാറി. കുട്ടികൾ പഠിക്കുന്നു, വിദേശത്ത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് നമ്മളവിടെ നിന്ന് ഇട്ടിട്ട് പോകണോ വേണ്ടയോ എന്നുള്ള ഒരു സ്ഥിതി വന്നു 7th ഹൗസിലെ വീനസ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ധാരാളം വിവരങ്ങൾ ഉണ്ടായിരുന്നു. അടുത്ത ഒരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നമസ്കാരം.